എസ് യു അരുൺകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് വിക്രം, സുരാജ് വെഞ്ഞാറമൂട്, എസ് ജെ സൂര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഏറ്റവും പുതിയതായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമയാണ് വീര ധീര സൂരൻ. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗംഭീര സിനിമ. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും മികച്ച ഒരു സ്ക്രിപ്റ്റില് കിടിലം പെർഫോമൻസിൽ ഒരു അതിഗംഭീര സിനിമ കാണാനായിട്ട് സാധിക്കുന്നത്. സിനിമയിൽ കാളി എന്ന കഥാപാത്രമായി വിക്രം, SP അരുണഗിരി എന്ന കഥാപാത്രമായി എസ് ജെ സൂര്യ, കണ്ണൻ എന്ന കഥാപാത്രമായി സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് എത്തുന്നത്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരാളെ കാണാതാവുകയും അതിനുശേഷമുള്ള അന്വേഷണവുമാണ്. സിനിമയുടെ കഥയെപ്പറ്റി മറ്റൊന്നും തന്നെ ഞാൻ പറയുന്നില്ല, അത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. കിടിലം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. ഒരു സിനിമയുടെ നട്ടല് എന്ന് പറയുന്നത് ആ സിനിമയുടെ സ്ക്രിപ്റ്റാണ്. മികച്ച സ്ക്രിപ്റ്റ് ഒരുക്കാനായിട്ട് എസ് യു അരുൺകുമാറിന് സാധിച്ചിട്ടുണ്ട്. അത് സിനിമയിലുടനീളം നമുക്ക് അറിയാനും സാധിക്കും. ഏറ്റവും മികച്ചതായി തോന്നിയത് സിനിമയിലെ പെർഫോമൻസുകളാണ്. വിക്രം, എസ് ജെ സൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, 3 പേരുടെയും കിടിലം പെർഫോമൻസ് എന്ന് തന്നെ പറയാം. ഒരു പടി മുകളിലായിട്ട് വിക്രം, അദ്ദേഹത്തിന് അത്രയും മികച്ചൊരു ക്യാരക്ടർ. എനിക്ക് തമിഴിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മൂലം അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും അത്ര മികച്ചതായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. കുറച്ച് നാൾ മുൻപെങ്കിലും എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയാനായിട്ട് മഹാൻ മാത്രമായിരുന്നു. അത് OTT റിലീസുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശരിക്കും തിരിച്ചുവരവ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ ഒരു സിനിമ. അത്രയും കിടിലം സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാ മേഖലയിലും വളരെ മികച്ചു നിൽക്കുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ് വീരധീര സൂരൻ. സിനിമയിലെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും വളരെ മികച്ചതായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ക്യാമറ ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാം മികച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേണിൽ വരുന്ന സിനിമ, ഈ ഒരു പാറ്റേൺ എന്ന് ഞാൻ പറയുമ്പോൾ അസുരൻ സിനിമ കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം അത് എത്രത്തോളം മികച്ചൊരു സിനിമയാണെന്ന്. അതേ ജോണർ എന്ന് തന്നെ ഞാൻ പറയുന്നില്ല, ഏകദേശം ആ ജോണറുമായിട്ട് എന്താ പറയണ്ട സാമ്യമുള്ള രീതിയിൽ ആക്ഷൻ ത്രില്ലർ മൂഡിൽ വരുന്ന ഒരു സിനിമ തന്നെയാണ് ഇതും. ഗംഭീരമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതായത് ഇങ്ങനെയുള്ള ഒരു സിനിമകളിൽ ആക്ഷനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിന് രണ്ടിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സിനിമയുടെ കിഡിനും ആക്ഷൻ കൊറിയോഗ്രാഫിയാണ്. അതായത് ഭയങ്കര തമിഴ് സിനിമയിൽ നമ്മൾ സാധാരണമായിട്ട് കാണുന്ന രീതിയിലുള്ള ഭയങ്കര മാസ്സായിട്ടുള്ള ആക്ഷൻ അല്ല. ആ ഒരു സിനിമയ്ക്കും സിനിമയുടെ പശ്ചാത്തലത്തിനും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ആക്ഷനാണ്. അതിഗംഭീരമായിട്ട് തന്നെ വിക്രം അത് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത് GV പ്രകാശാണ്. പുള്ളിയെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അതിഗംഭീര പാട്ടുകളും അത്യുഗ്രൻ BGMുമാണ്. ആ സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ മീറ്ററിൽ തന്നെ പിടിച്ച് ഒരു സിനിമയിൽ വരുന്ന ഫൈറ്റ് സീനിലൊക്കെ വരുന്ന BGM ഒക്കെ ശരിക്കും നമുക്ക് രോമാഞ്ചം വരുന്ന രീതിയിലുള്ള BGM ഒക്കെയാണ് GV പ്രകാശ് ചെയ്തിരിക്കുന്നത്. പാട്ടുകളും അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ മൊത്തത്തിൽ കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം എക്സ്പീരിയൻസ് ആണ്. പ്രധാന കഥാപാത്രങ്ങളെ കൂടാതെ തുഷാര വിജയൻ, പൃഥ്വിരാജ് എന്ന് പറയുന്നത് നമ്മുടെ പൃഥ്വിരാജ് അല്ല, മലയാളത്തിന്റെ പൃഥ്വിരാജ് അല്ല, തമിഴിൽ രവി എന്ന കഥാപാത്രമായാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ എത്തുന്നത്. തുഷാര വിജയൻ ഈ സിനിമയിലെ വിക്രത്തിന്റെ ഭാര്യയായിട്ടാണ് എത്തുന്നത്. കിടിലം പെർഫോമൻസ് ആണ്. പ്രധാന നടന്മാരല്ലാത്ത മികച്ച നടന്മാർ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ മാല പാർവതി ഒരു ഗംഭീര റോള് തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ടീസറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. അറിയാലോ, എമ്പുരാൻ റിലീസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഓളത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതേ ഡേറ്റിൽ തന്നെയാണ് ഈ സിനിമയും വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ആ ഒരു എമ്പുരാനാണ് പോയി കണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ റിവ്യൂ കുറച്ച് വൈകിപ്പോയത്. ഈ സിനിമ തിയേറ്ററിൽ ഞാൻ പ്രതീക്ഷ അർപ്പിച്ച് തന്നെയാണ് പോയത്. കാരണം ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതായത് അസുരൻ സിനിമ കണ്ട് എനിക്ക് എത്രത്തോളം ഞാൻ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് എത്രത്തോളം ആ ഒരു ഇമ്പാക്റ്റോടു കൂടിയാണോ ഞാൻ ഇറങ്ങിയത്, അത്രത്തോളം എത്തിയില്ലെങ്കിൽ പോലും അതേ രീതിയിൽ തന്നെ വരുന്ന വേറൊരു ടൈപ്പ് ഗംഭീര സിനിമ തന്നെയാണ് വീരധീര സൂരൻ. പറ്റുവാണെങ്കിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണാനായിട്ട് ശ്രമിക്കുക. അത്രയും ഗംഭീര സിനിമയാണ്. പെർഫോമൻസ് കൊണ്ടാണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും മറ്റെല്ലാ മേഖലയിലും, പാട്ടുകളായിക്കോട്ടെ BGM ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും വളരെ മികച്ചു നിൽക്കുന്ന ഒരു ഗംഭീര സിനിമയാണ് വീരധീര സൂരൻ. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.